ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യൻ റോഡുകളിൽ സർവൈവ് ചെയ്യാനുള്ള ടിപ്പാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. KSRTC പ്രൈവറ്റ് ബസ്സുകളുടെ അപകടകരമായ ഡ്രൈവിംഗ് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കാതെ ആരും തന്നെ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ചില അപകടകരമായ സിറ്റുവേഷൻസ് കാണാം. ബസ്സുകളുടെ ഈ റാഷ് ഡ്രൈവിംഗ് മൂലം ഡ്രൈവിംഗ് പഠിക്കുന്നവരും ടൂ വീലർ ഉപയോഗിക്കുന്നവരും കാൽനട യാത്രക്കാരും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഒരു അപകടമോ ദിനംപ്രതി ഉണ്ടാകുന്ന നിയർമിസ് സിറ്റുവേഷൻസോ കാരണം ഇവരിൽ പലർക്കും ഡ്രൈവിംഗ് ഫിയർ ഉടലെടുത്ത് ചിലരിൽ അത് ഡ്രൈവിംഗ് ആങ്സൈറ്റിയിലേക്ക് നയിക്കുന്നു. ഈ വിഷയം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? ഒരു ലഘുവായ പരിഹാരം സജസ്റ്റ് ചെയ്യട്ടെ. നിങ്ങൾ മാസത്തിൽ 1-2 വട്ടം പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറുക. ബസ്സിലോ ഓട്ടോയിലോ ഒരു സവാരി നടത്തുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നല്ലാതെ ഉള്ളൊരു റോഡ് കാഴ്ചപ്പാട് നിങ്ങൾക്ക് ലഭിക്കും. ഒരു ചെറിയ ഗ്രൂപ്പ് ഒന്നിച്ച് ഐക്യത്തോടെ യാത്ര ചെയ്യുന്ന അനുഭവം എക്സ്പീരിയൻസ് ചെയ്യൂ. ഒരു സാധാരണ ബസ് യാത്രികനെ സംബന്ധിച്ചിടത്തോളം അവർ യാത്ര ചെയ്യുന്ന ബസ് ആണ് അവർക്ക് ഏറ്റവും പ്രിയം. മറ്റ് റോഡ് യൂസേഴ്സിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി അവർ ഒട്ടും ബോധേഡല്ല. ഉദാഹരണത്തിന്, അപകടകരമായി ബസ് ഡ്രൈവിംഗ് ചിത്രീകരിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ താഴെ "ഐ ലവ് KSRTC", "ആനവണ്ടി വീർ", "ആനവണ്ടി നമ്മുടെ അഭിമാനം", "രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടം" എന്നിങ്ങനെ കമൻറ്റുകളും പ്രൈവറ്റ് ബസ് KSRTC ബസ്സുകളുടെ ഫാൻ പേജുകളും കാണാം. ഹെവി വെഹിക്കിൾ ഓപ്പറേറ്റർമാരുടെ ഈ റാഷ് ഡ്രൈവിംഗ് ഞാൻ സപ്പോർട്ട് ചെയ്യുകയല്ല. എങ്കിലും അടുത്ത വട്ടം ഈ പല വാഹനങ്ങൾ മൂലം നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ നമ്മെ ആക്രമിക്കാൻ വരുന്നൊരു വ്യക്തി, വസ്തു എന്നതിലുപരി ആ ഡ്രൈവറുടെയോ ബസ്സിലെ ഒരു യാത്രക്കാരൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിച്ച് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ റിയാക്ട് ചെയ്യാതെ ഒഴിഞ്ഞു മാറി ഡിഫെൻസീവായി ഡ്രൈവ് ചെയ്യുവാനും പീസ്ഫുള്ളായി നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനും സാധിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ കമൻറ്റുകൾ ഷെയർ ചെയ്യൂ. താങ്ക്